ഹോണ്ടറാസിലെ റോസാഡി കോബാൻ രൂപതയിലെ ഒരു ദേവാലയത്തിൽ ദിവ്യകാരുണ്യ സ്വീകരണത്തിനിടെ നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഒക്കോട്ടോപെക്കിലെ വിശുദ്ധ മാർക്കോസിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിലെ വികാരിയായ ഫാദർ നെറി അഡൽബർട്ടോ ആയിരുന്നു വിശുദ്ധ ബലിക്ക് കാർമ്മികത്വം വഹിച്ചത്. ദിവ്യകാരുണ്യ സമയം നല്ല ഉയരമുള്ള വെള്ള ടീഷർട്ടും ഒരു തൊപ്പിയും ധരിച്ച ഒരാളുടെ ഊഴമെത്തി. യേശുവിൻ്റെ തിരുശരീരം എന്ന് പറഞ്ഞുകൊണ്ട് വൈദികൻ തിരുവോസ്തി അയാൾക്ക് നേരെ നീട്ടി. എന്നാൽ യാതൊരു പ്രതികരണവുമില്ലാതെ അയാൾ തിരുവോസ്തി പൂർണ്ണമായും നാവിൽ സ്വീകരിക്കാതെ തിരികെ മടങ്ങി. ഇത് ശ്രദ്ധയിൽപ്പെട്ട വൈദികൻ ഇയാളെ പിന്തുടർന്ന് സംസാരിക്കുകയും ഒളിപ്പിച്ച തിരുവോസ്തി തിരികെ വാങ്ങുകയും ചെയ്തു. ഈ ദിവ്യബലി പൂർണ്ണമായും സോഷ്യൽ മീഡിയയിൽ തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ അടുത്ത നിമിഷം മുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയായിരുന്നു. ദിവ്യബലിയുടെ സമാപന പ്രാർത്ഥനയ്ക്ക് മുൻപായി ഫാദർ അഡാൽബർട്ടോ ദിവ്യബലിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വിശുദ്ധ കുർബാന സംരക്ഷിക്കുന്നതിൽ എല്ലാ കത്തോലിക്കരുടെയും ഉത്തരവാദിത്തത്തെക്കുറിച്ചും ഉദ്ബോധിപ്പിച്ചു. പരിശുദ്ധ കുർബാന സഭയുടെ ഏറ്റവും വലിയ സമ്പത്താണെന്നും അദ്ദേഹം അനുസ്മരിച്ചു. ഇത്തവണ എൻ്റെ ഊഴമായിരുന്നു. എന്നാൽ നാളെ ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കാഴ്ചക്കാരായി നിൽക്കരുത്. കാരണം ഇതെപ്പോൾ വേണമെങ്കിലും ഏത് ദേവാലയത്തിലും സംഭവിച്ചേക്കാമെന്ന ഉപദേശവും വൈദികൻ വിശ്വാസികൾക്ക് നൽകി.